ശർക്കര ചേർത്ത് തയ്യാറാക്കുന്ന പായസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നുറുക്ക് ഗോതമ്പ് പായസം. സദ്യക്കൊക്കെ നമുക്ക് തയ്യാറാക്കി വിളമ്പാവുന്ന ഈ പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. 4 വിസിലോളം വേവിച്ചാൽ മതി. കൂടെ ഒരു 400 ഗ്രാം ശർക്കരയും കൂടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വയ്ക്കുക. അടി കട്ടിയുള്ളൊരു പാനിലേക്ക് ഉരുക്കിയ ശർക്കര ഇതുപോലെ അരിച്ചൊഴിക്കുക. തിളച്ച് വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പും കൂടെ ശർക്കര പാനിയിൽ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ശർക്കര അതിൽ പിടിച്ച് കുറുകി വരുന്ന രീതിയിൽ വരെ, ഇതുപോലെ നല്ല കട്ടിക്ക് വരുന്ന രീതിയിൽ വരെ വേവിച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. നന്നായിട്ട് വരണ്ട് വരുമ്പം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ 2 തേങ്ങയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങയായിരുന്നു. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചേർക്കുന്നത് ഏറ്റവും നേർമയുള്ള 3-ാം പാലാണ് ചേർക്കുന്നത്. ഇപ്പം 3-ാം പാൽ 4 ഗ്ലാസ്സോളം ഉണ്ട്. ഇപ്പോൾ 250 ml ആണ് ഈ ഗ്ലാസിൻ്റെ മെഷറിങ്. ഇതിൽ തന്നെയാണ് നുറുക്ക് ഗോതമ്പും അളന്നെടുത്തിരുന്നത്. അപ്പം ആ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ്സോളം 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അത് കുറുകി വരണം. 3-ാം പാൽ ഒഴിച്ച് ഏകദേശം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാലും മൊത്തം 2.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഗ്ലാസ് പാൽ പായസത്തിലേക്ക് ഒഴിച്ച് ബാക്കി ഒരു 1/4 ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലും ചേർത്ത് നന്നായിട്ട് അത് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട തട്ടും. അതിനാണ് ഒരു 1/4 ഗ്ലാസ് പാൽ മാറ്റി വെച്ചിരുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും, പിന്നെ ഇഷ്ടമുള്ളവർക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും, വറുത്ത ജീരകപ്പൊടിയായിരിക്കണം. പൊടികൾ നന്നായിട്ട് കലക്കി യോജിപ്പിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 2-ാം പാൽ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം വേണം 1-ാം പാൽ ഒഴിക്കാനായിട്ട്. 1-ാം പാൽ നമ്മൾ ചേർത്തതിന് ശേഷം പായസം തിളയ്ക്കരുത്, ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം 2 ഗ്ലാസ്സോളം 1-ാം പാൽ ചേർത്തിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഏത് പായസമാണെങ്കിലും നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. തിളപ്പിക്കുകയാണെങ്കിൽ ചിലപ്പം പാൽ പിരിഞ്ഞു പോവും. പായസം തണുത്ത് വരുമ്പം ഒന്നും കൂടെ കട്ടിയാവും. അതുകൊണ്ട് ഒരുപാട് കട്ടിയാകാനായിട്ടും നമ്മൾ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത് തണുത്ത് കഴിയുമ്പം കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് 10-20 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് കറക്റ്റായിട്ട് നമുക്ക് പായസം റെഡിയായി കിട്ടും. ഈ രീതിയിൽ നുറുക്ക് ഗോതമ്പ് പായസം നമുക്ക് കുക്കറിൽ ഗോതമ്പ് വേവിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓണസദ്യക്കും വിഷുസദ്യക്കൊക്കെ ഈ പായസം നമുക്ക് വിളമ്പാവുന്നതുമാണ്. ഈ രീതിയിൽ നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.